അമ്മേ കാവ് പോണ്ടേ അതുട്ടാ കാവ് പോവാ. എന്നാൽ നമുക്ക് കാവ് പോവാൻ റെഡി ആവാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നല്ലോണം ഐബ്രോ എല്ലാം വരഞ്ഞു കൊടുക്കുന്നു കേട്ടോ. എനിക്ക് അധികം കട്ടിയില്ല ഐബ്രോന്, അപ്പോൾ കുറച്ച് വരച്ചാൽ എന്തെങ്കിലും എല്ലാം കാണാനുണ്ടാവും. പിന്നെ നേരെ നമ്മൾ ചിക്ക് കളയാൻ വേണ്ടി മുടിയെല്ലാം അങ്ങ് മുമ്പിലെടുത്തിട്ടെ. എൻ്റെ മുടി എന്ന് വെച്ചാൽ എങ്ങനെ വാരിയാലും ചിക്കാന്ന് കേട്ടോ. ചിക്ക് ഒരിക്കലും പോവില്ല, ജട പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ചിക്ക് കളയുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു സമയത്ത് ചിക്ക് കളയുന്നതാണ്, പിന്നെ ആദ്യം ജട കെട്ടി. അപ്പോൾ ഞാനിതാ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കിട്ടുന്നത്. എപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം. പിന്നെ അതാ ഇങ്ങനെയൊരു ക്ലിപ്പെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുത്തും കേട്ടോ. ഞാൻ ഇങ്ങനെ മുടി പല രീതിയിൽ കെട്ടിയാലും അവസാനം എൻ്റെ മുടി ഇതാ ഇതിലേക്ക് വരും, ഇങ്ങനെ വരും. അവസാനം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലും കൊണ്ടായിരിക്കും പോവുക. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഞാനത് മുടിയെല്ലാം ഒന്ന് ശരിയാക്കുമെന്ന് കേട്ടോ. ആ കൊമ്പെല്ലാം ഒന്ന് ചുരുട്ടി വെച്ചേട്ടാ. അപ്പോൾ ഒന്ന് ബാക്കെല്ലാം നോക്കി. പിന്നെ അടുത്തത് നമ്മൾ സിന്ദൂരം വെക്കുന്ന ചടങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ സിന്ദൂരവും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടെടുത്തിട്ട് പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് പൊട്ടാന്നേ വെച്ചിട്ടുള്ളേ. പക്ഷേ അധികാളും പറയുന്നത് വെച്ചാൽ കല്യാണം കഴിഞ്ഞവർ ഈ കറുപ്പ് പൊട്ട് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാ കളറും ഉപയോഗിക്കട്ടെ, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്ത സ്പ്രേ അടിച്ച് പിന്നെ അതുകൊണ്ട് തന്നെ മാറ്റിക്കാനുള്ള പല തന്ത്രങ്ങളും നോക്കി. എങ്ങനെയല്ലോ ആ ട്രൗസറും ഉടുപ്പ് ഇട്ട് കൊടുത്ത്. പിന്നെ വേണ്ടത് ഒരു പൗഡറും ആ ഒരു മുടിവാരലാണ് അടുത്ത ഘട്ടം. അത് വിടുകയില്ല, പൗഡർ ഇടാനും വിടുകയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒപ്പിക്കാം. പക്ഷേ ഇതിന് ഒരു മുഖം തൊടുന്നത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ തല തൊടുന്നത് ഇഷ്ടമല്ല, അതാരായാലും. അപ്പോൾ അമ്മയെല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാനിറങ്ങിയ കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. നടന്നിട്ടാണെങ്കിലും പക്ഷേ ഞാൻ ഓടിയിട്ടാണ് അവിടെ എത്തിയത്. ഇവൻ്റെ ബാക്കിൽ ഓടി 10 മിനിറ്റുള്ളത് 5 മിനിറ്റോടെ ഞാൻ കാവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് പിടിച്ച് പിന്നെ അച്ചാറും വറവും സാമ്പാറും പിന്നെ കൂട്ടുകറിയും പിന്നെ ഇഞ്ചിക്കറിയും ഇതെല്ലാം ഒക്കെ ആയിരുന്നേ സദ്യക്ക്. അപ്പോൾ അതെല്ലാം കഴിച്ച് പുറത്ത് വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. തണുത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ താഞ്ചിട്ടുണ്ട്. അവൻ പോയടുത്ത് വന്നത്തെ ഒരേ കളി തന്നെയാണ് കേട്ടോ. ഇവിടെ നന്നായിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ. അവസാനം എങ്ങനെയല്ലോ ഒരു ഫോട്ടോ എത്തിപ്പിടിച്ചിട്ടുണ്ട്. കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടുള്ള അടവെല്ലാം പയറ്റിയതിന് ശേഷം എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് മനസ്സിലായതിന് ശേഷം അവൻ അമ്മുമ്മേനെ പിടിച്ചേട്ടാ. അവസാനം അമ്മുമ്മ അവൻ്റെ കരച്ചിലിൽ മയങ്ങിയിട്ട് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ. അവസാനം അവനത് നേടി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.